അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഞങ്ങൾ കണ്ണനെ കാണാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഞാനും സൗവും. ഇപ്പോൾ സമയം 4 മണി കേട്ടോ ഗൈസ്, 4 മണിയായി. അപ്പോൾ ഞങ്ങൾ എണിച്ച് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഇന്നലെ ഇന്നലെ ഞങ്ങൾ താമസിച്ച റൂം ഇതാണ് അല്ലേ സൗ? അപ്പോൾ ഞങ്ങൾ നേരെ പോവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ താമസിച്ച റൂം ബ്രഹ്മപുത്ര. അപ്പോൾ ഞങ്ങൾ പോവാണല്ലേ സൗ കണ്ണനെ കാണാൻ. നമ്മൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതെ അതെ, നേരെ പോകുന്നത് കിഴക്കേ നടക്കാൻ. നമ്മൾ നേരെ പോകുന്നത് കിഴക്കേ നടക്കാൻ. ഇത് കണ്ട ഗുരുവായൂർ ക്ഷേത്രം അങ്ങോട്ട്, മഞ്ജുളാൽ ഇങ്ങോട്ട് അല്ലേ സോ? കിഴക്കേ നടയാണ്, കിഴക്കേ നട. നമുക്കിവിടെ എവിടെയെങ്കിലും നിർത്താം അല്ലേ? നമ്മൾ എന്തായാലും അവിടെ നിർത്തിയാലോ? പൂ വാങ്ങണ്ട? പൂ വാങ്ങും. ആ മതി 50 ഉറുപ്പിക കഴിക്കും. ഞങ്ങൾ നമ്മൾ ദർശനമൊക്കെ കണ്ടിട്ട് വെളിയിൽ വന്നിരിക്കുകയാണ് കാര്യം അല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഗുരുവായൂരിൽ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ രാവിലെ നേരത്തെ വന്ന് 4 മണിക്ക് എണീറ്റ് റെഡിയായി. 4:30 ഇവിടെ എത്താൻ 4:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടാണ്. ഇവിടെ എത്തി ഞങ്ങൾ ഈ പോയ വഴി കാണിക്കാട്ടോ. ഞങ്ങൾ നേരെ ഞങ്ങളുടെ ബാക്കിൽ കാണുന്നത് ക്യൂ നിന്നിട്ട് ഇങ്ങനെ വരുന്നതാണ്. പക്ഷേ നമ്മൾ നേരെ ഇപ്പുറത്തൂടെ ആയിട്ടാണ് പോയി നല്ല ദർശനമൊക്കെ കണ്ടിട്ട് വെളിയിലിറങ്ങി അല്ലേ? നമ്മളിപ്പോൾ നേരെ കാണുന്നത് സ്പെഷ്യൽ ദർശനം കിട്ടുന്ന ആ ക്യൂ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളും ഇതിലൂടെയാണ് ഞങ്ങൾ പോയി. അപ്പോൾ ഇതിലെങ്ങനെ പോയി ഞങ്ങൾ അതിനകത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്താ പറയുക, കൃഷ്ണൻ ഞങ്ങൾ അനുഗ്രഹിച്ച് ഉള്ളിലേക്ക് ഭാഗം ദർശനമൊക്കെ തന്നു. പിന്നെ നമ്മൾ ഈ നേരെ കാണുന്നത് കുട്ടികളുടെ ചോറൂണ് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ചോറൂൺ വഴിപാട് അവിടെ നിന്ന് വാങ്ങി ഇതിൻ്റെ മേലെ കൂടെ പോയിട്ട് വേണം നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ ഒരുപാട് പേര് ദർശനമൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഗുരുപവനപുരിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി നല്ലൊരു എന്താ പറയുക, മനസ്സിന് റിലാക്സ് ആയിട്ട് ഞങ്ങളൊന്ന് ഇരിക്കുകയാണ് അല്ലേ സാർ? തുലാഭാരം ഗുരുവായൂരിൽ വന്ന് തുലാഭാരമൊക്കെ നടത്തുന്നത് ഇവിടെ വന്നിട്ട് തുലാഭാരമൊക്കെ നടത്താട്ടെ ഗൈസ്. അപ്പുറത്തൊക്കെ ആളുകൾ ക്യൂ നിൽക്കുന്ന സ്ഥലമാണ് ഇത്. എന്താണ് വിവാഹമൊക്കെ നടക്കുന്ന കൽമണ്ഡലം. അടുത്ത് പോയിട്ട് കൃഷ്ണനെ തൊഴുതാൻ പറ്റി, ഭയങ്കര സന്തോഷം. അപ്പോൾ ഗുരുവായൂരിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് കേട്ടോ നമ്മളിന്ന് കാണുന്നത്. ക്യൂ ഉണ്ടോ? ക്യൂ ഇവിടെ എത്തിയിട്ടൊക്കെ അത് നോക്കൂ.
മണ്ഡപമാണ് കേട്ടോ. കല്യാണം ഇന്നലെയൊക്കെ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഫുള്ള് കല്യാണത്തിൻ്റെ തിരക്കായിരുന്നു കേട്ടോ. നല്ല സൺഡേ ആയതുകൊണ്ട്. ഇന്ന് തിങ്കളാഴ്ച നല്ല തിരക്കൊക്കെ ഉണ്ട്. ഒരു ക്യൂ ഒക്കെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ഇന്നലെ വന്ന കേട്ടോ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, അവിടെയൊക്കെ ക്യൂ ഇരിക്കുന്നുണ്ട് ഗൈസ്. അവർ ഇവിടുന്ന് ഒഴിയും തോറും അവർ അങ്ങനെ അതിലേ വന്നിട്ട് ഇതിൽ കൂടെ പോയിട്ടാണ് ദർശനം കാണുന്നത്. ഒരു മയിൽപ്പീലി വാങ്ങി, ഒരു ഓടക്കോലൊക്കെ വാങ്ങിയിട്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മയിൽപ്പീലി ഓടക്കോലൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗുരുവായൂരിലെ വീഡിയോ നമ്മൾ ചെറിയ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കാണുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യണം, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഓരോ നല്ല വീഡിയോസ് ഓരോ അമ്പലങ്ങളുടെയും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഞാനും ഉണ്ട് ഇവിടെ സൗവും ഉണ്ട് കേട്ടോ, അല്ലേ സൗ? അപ്പോൾ നല്ല തിരക്കുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയായിട്ട് നല്ല തിരക്കൊക്കെ വരുന്നുണ്ട് അല്ലേ? ഞങ്ങൾ ഇന്ന് തിരക്ക് കമ്മിയാവും വിചാരിച്ചു, പക്ഷേ ഇന്ന് നല്ല തിരക്കൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അടിപൊളി അല്ലേ, സൂപ്പറായില്ലേ? നേരെ പോ എന്നിട്ട് ഇങ്ങോട്ട് വാട്ടാ. ഇങ്ങോട്ട് വാ. അത് മതി, അതങ്ങനെ വാങ്ങിക്കോ. സൗ നോക്കൂ. മരപ്രഭുവിൻ്റെ ഇതുണ്ട്, ഇവിടെ ഒരു ഗുരുവായൂർ കേശവൻ്റെ ഉണ്ട്. പിന്നെ ഈ അതിന് ചുറ്റും ഉള്ളേ നല്ല അടിപൊളി പെയിൻറ്റിങ് ഇല്ലേ സോ? ഗുരുവായൂർ കേശവൻ്റെ ഓരോ കഥകളാണെന്ന് തോന്നുന്നുണ്ടോ ഗൈസ്. അപ്പോൾ ഈ ചുമരിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. വടക്കൻ നടൻ്റെ ഫ്രണ്ടിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ മരപ്രഭു, ഗുരുവായൂർ കേശവൻ ഇതൊക്കെ ഇവിടെ ശില്പങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് കുറച്ചേരം ഇരിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഗുരുവായൂരിൽ വന്ന് ഒരുപാട് ഭയങ്കര സന്തോഷം, കുറേ തൊഴുതാനൊക്കെ പറ്റി. നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയാണ് ഗൈസ്. അപ്പോൾ മരപ്രഭുവിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ദിവസം ഇവിടെ വരാൻ പറ്റും വിചാരിച്ചില്ല, പക്ഷെ വന്നു, നല്ല ഹാപ്പിയായി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഗുരുവായൂർ കേശവൻ്റെ മുൻപിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടുത്തെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്തായാലും വന്നിട്ട് പോകുമല്ലോ. അപ്പോൾ മരപ്രഭു, ഗുരുവായൂർ കേശവൻ, അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് പറയണം ഗൈസ് ഞങ്ങൾ. അപ്പോൾ ഗൈസ് ഈ മരപ്രഭു എന്ന ശില്പത്തിൻ്റെ ഐതിഹ്യം ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഒരു ദിവസം ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്ന പൂന്താനം പത്മനാഭോ അമരപ്രഭോ എന്ന് പറയുന്നതിന് പകരം പത്മനാഭോ മരപ്രഭോ എന്ന് തെറ്റായിട്ട് ഉച്ചരിച്ചു.
അത് കേട്ട് പണ്ഡിതനായ ഭട്ടതിരി പൂന്താനത്തെ കളിയാക്കി. അപ്പോൾ പൂന്താനം ഭയങ്കര വിഷമത്തിൽ നിൽക്കുമ്പോൾ മരപ്രഭുവും അമരപ്രഭുവും എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ഭഗവാന്റെ ഒരു അരുളപ്പാട് ഉണ്ടായെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇതാണ് ഗൈസ് മരപ്രഭുവിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുവായൂർ നമ്മുടെ തെക്കേ നടയുടെ ഫ്രണ്ടിൽ തന്നെയാണ് മരപ്രഭുവിൻ്റെ ഈ ശില്പം ചെയ്തു വെച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയായിട്ട് ഗുരുവായൂർ കേശവൻ്റെ ഉണ്ട്. ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലും ഉണ്ട് കേട്ടോ ഗൈസ്. ഇന്നലെയാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ. അപ്പോൾ ഇന്നലെയും ഭഗവാനെ കാണാൻ പോകാൻ പറ്റി. ഇന്ന് രാവിലെയും ഒന്ന് തൊഴുതാന്ന് പറഞ്ഞ് പോയി. ഇന്ന് പോയപ്പോൾ ഉണ്ടായ ഞങ്ങളുടെ ഒരു അനുഭവമാണ് കേട്ടോ ഞങ്ങൾ പറയണത്. അത് എന്താണ് പറയുക, ചിലർക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നും. എനിക്ക് പെട്ടെന്ന് എനിക്കും സൗവിനൊക്കെ ഭയങ്കര സന്തോഷവും കണ്ണീരൊക്കെ അണിഞ്ഞൊരു സംഭവമാണ്. എനിക്ക് കാലിൽ എന്തായാലും എൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ നല്ല തിരക്കാണ്. രാവിലെ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ഗുരുവായൂരിൽ. അപ്പം ക്യൂ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൗവിനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ക്യൂ ഇവിടെ നിൽക്കണ്ട, നേരിട്ട് നമ്മൾ ഇതിന് കൊടുക്കുമല്ലോ, എന്താ സഹോദരി പറയാം, നെയ്വിളക്കിന് കൊടുക്കുമല്ലോ. അപ്പോൾ അവർക്ക് പിന്നെ കുട്ടികൾ ചോറ് ഊണിനൊക്കെ വരുന്നവരൊക്കെ പോകുന്ന ഒരു ക്യൂ ഉണ്ട്. അപ്പോൾ ആ ക്യൂവിലൂടെ നേരിട്ട് പോയിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പെട്ടെന്ന് ഒരാൾ വന്ന് അവിടെ ദേവസ്വത്തെ അതൊരു ഇച്ചിരി ഒരു പ്രായമായ മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി. അകത്തേക്ക് 4:30 ആയില്ലേ, 4:30 ആകുമ്പോഴേക്കും അകത്തേക്ക് കയറി. അങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിമാർ പറഞ്ഞു, ഒന്ന് മാനേജറിനെ കണ്ടിട്ട് വേണം ഉള്ളിക്ക് ഇതിൽ കൂടെ കയറ്റാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട്. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് മാനേജറിൻ്റെ അടുത്ത് സൗ പോയി മാനേജറിനെ സംസാരിച്ചിട്ട് ചോദിച്ചിട്ട് പോകാൻ പറയാൻ നിൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ അതേ ആ ഒരു ആള് മാനേജറിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കണ്ടു, മൂപ്പര് പറഞ്ഞു, മൂപ്പര് കൈകൊണ്ട് അവന് കയറ്റി വിടാനൊക്കെ പറഞ്ഞതും ഇയാൾ നമ്മളെ കയറ്റി വിട്ടു കേട്ടോ. അങ്ങനെ പോയി ഭഗവാനെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾ ഭയങ്കര നല്ല പെരുമാറ്റം എന്ന് വെച്ചാൽ വയ്യാത്തവരിനെയും വയസ്സായവരിനെയൊക്കെ അവർ നല്ല കെയറിങ് ആണ് കേട്ടോ. എനിക്ക് ഇവിടെ വന്നിട്ട് ഗുരുവായൂർ വന്നിട്ടുള്ള അനുഭവമാണ്. ഇവിടെ എനിക്ക് നല്ല കെയറിങ് ആണ്. ഉള്ളിലൊക്കെ എത്തുമ്പോൾ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നവരൊക്കെ ഭയങ്കര സ്നേഹവും അല്ലേ, ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നന്നായി മനസ്സുരുക്കി പ്രാർത്ഥിക്കാൻ പറ്റി, കണ്ണനെ നന്നായി കാണാൻ പറ്റി. അപ്പോൾ അത് നല്ല സന്തോഷം ഉണ്ടാവും. എന്താ പറയുക, കണ്ണൻ തന്നെ വന്നിട്ട് തിരക്കിൽ നിൽക്കണ്ട, നീ വേഗം വന്ന് എന്നെ കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞ പോലെ കാണാൻ വാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച പോലെയുള്ള ഒരു ഫീല്. അതും വെഡ്ഡിങ് ഡേ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വളരെ സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വെഡ്ഡിങ് ഡേ വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയണത്. അപ്പോൾ അതാണ് മരപ്രഭു ഭഗവാന്റെ അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ചെയ്തിട്ട് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗുരുവായൂർ കേശവൻ, അവിടുന്നൊക്കെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളെ എന്താ പറയുക, ഗുരുവായൂർ ഇനി എപ്പോഴും പറ്റുമ്പോഴൊക്കെ ഗുരുവായൂർ ഞങ്ങൾക്കും സൗവിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രം ഗുരുവായൂർ. നല്ലൊരു പ്ലേസ് ഗുരുവായൂരാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മനസ്സിന് നല്ല സന്തോഷമാണ്. ഞങ്ങൾ റൂം എടുത്തതാകട്ടെ എല്ലാം ഈ ഭാഗത്ത് നിന്നെല്ലാം ഓർമ്മകളാണ് അല്ലേ സൗ? അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് നിർത്തല്ലേ, എന്നാൽ പോവാ ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ. ഇത് ക്ലീൻ ചെയ്യുന്നതാണ് തോന്നുന്നത് അല്ലേ, മരപ്രഭുവിൻ്റെ ഇത് ബാക്ക് വശമുണ്ട് ഗൈസ്. അപ്പോൾ ഒന്ന് വലം വെച്ചിട്ട് പോകാൻ എന്താ വട്ടത്തിലുള്ള കിണറാണ്. വെള്ളം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല തോന്നുന്നു. അപ്പോൾ എന്താ ഈ ചെടികളുടെ ഇതൊക്കെ വീണിട്ടേ പോവാ. സൂപ്പർ.